ഹലോ ഗായ്സ്, അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വന്നിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് കാട്ടണമെന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ കൂടിയൊക്കെ കഴിഞ്ഞ് വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കണം. കട്ടലിൻ്റെ മുകളിലാണ് വണ്ടി ഓട്ടലും. വണ്ടി ഇങ്ങനെ ഓട്ടിക്കൊണ്ടിരിക്കണം. കുറച്ച് നേരം കഴിഞ്ഞ് എൻ്റെ വേറൊരു കുസൃതി കാണാൻ നിങ്ങൾക്ക്. ഇതൊന്നുമല്ല, ഞാൻ ആള് വില്ലനാണ്. എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും നോക്കാൻ ആ പണ്ടുണ്ടല്ലോ, ആ പന്താണ് ഞാൻ ഇപ്പം ഇത്രയും നേരം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചെറുച്ചിന് കണ്ടതിന് നിങ്ങൾക്ക് കരുതും പാവാണ്, ഞാനൊന്നും കാട്ടൂല, ആരും ഒന്നും ഏറ് പിടിപ്പിച്ചൂല, കുസൃതിയൊന്നും കാട്ടൂല എന്നൊക്കെ. പക്ഷെ ആളതൊന്നുമല്ല. ഞാൻ വേറെ ലെവലാണ്. ഇപ്പം കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചിക്ക് ഒരു ഫോൺ വന്നപ്പോൾ എൻ്റെ ഇത് കാണിക്കാം, ഞാൻ ഫോൺ വിളിക്കുന്നതായി കാണിക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്തേക്കണേ. വണ്ടി വിട്ടിട്ടും കഴിഞ്ഞിട്ടില്ല, വണ്ടി ഓട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം എടുത്തപ്പോൾ പറഞ്ഞു എല്ലാവരെയും ഞാൻ
കൂടെയൊക്കെ ഒന്ന് പോവാനൊരുങ്ങിയിട്ടാണ്. പുറത്തു കൂടെ ഞാൻ ആദ്യം പുറത്തു കൂടെ പോവാനൊരുങ്ങിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ റോഡ് പണി തുടങ്ങിയിട്ട് എന്താ 4-5 ദിവസമായി. അപ്പൊ ഞങ്ങളായിക്കൂടെയൊക്കെ റോഡ് പണി തുടങ്ങിയപ്പോൾ ചെറിയൊരു റോഡ്, മെയിൻ റോഡല്ല, ചെറിയ റോഡിൻ്റെ ഈ ഇടവഴിയൊക്കെയുള്ള റോഡുണ്ടല്ലോ, അങ്ങനെ മെയിൻ റോഡ് തന്നെ ഇറങ്ങിയിട്ടുള്ളൊരു കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പണി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യക്ഷപ്പെട്ടു പോകുമ്പോൾ ഒരു പശു വന്നു. അപ്പോൾ ഞങ്ങൾ വിട്ട് അങ്ങോട്ടൊക്കെ പോയി. ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് പോകുമ്പോഴാണ് അത് കാണുന്നത്, പശുവിന്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് പോകാനൊരു മടി. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പോന്നു. തിരിച്ച് പോകുന്ന കുറച്ച് നേരം അവിടുത്തെ തോട്ടിലും വഴിയിലെന്ന് പറഞ്ഞ പോലെ നാടോറും കണ്ടിട്ട് പോന്നു. പിന്നെ ഞങ്ങൾ പോന്നപ്പോൾ അവിടുന്ന് ആ പശു പോയിട്ടോ. ഞങ്ങൾ വഴിക്കൂടെ തന്നെ പോന്ന് ആ ഗ്രൗണ്ടിൽ കളിക്കുന്നു. എല്ലാ പ്രാവശ്യം ഈ ഗ്രൗണ്ടിൽ കുട്ടികളൊക്കെ വരുന്നതാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് കുട്ടികളില്ല. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്ന് കുട്ടികളേതായാലും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ കളിച്ച് കുറച്ചേരം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകണ വഴിയാണ്. പാൻ കൊടുക്കാനൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോകുമ്പോഴും എല്ലാ പ്രകൃതികളൊക്കെ കാടും പുല്ലും മുള്ളും പറഞ്ഞ പോലെ ഇടയിൽ കൂടെയൊക്കെ ഞങ്ങൾ കയറി മറിഞ്ഞിട്ടൊക്കെ പോണത്. ആരും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. മുള്ളിക്കൂടെയും കാട്ടുകൂടെയും ഇത് ഞങ്ങൾ വന്ന